നിങ്ങൾക്കറിയില്ല എൻ്റെ ആക്നെ കോൺ സ്കിന്നാണ്. അത് ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ആക്നെക്കുന്ന കണ്ടല്ലോ ഉടനെ അത് വാങ്ങിച്ച് നോക്കി ട്രൈ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് എടുത്ത് ഇങ്ങനെ വായിച്ചൊക്കെ നോക്കാം അതിൻ്റെ കഥയൊക്കെ. അങ്ങനെ വായിച്ച് നോക്കിയ കൂടുതൽ കണ്ട കാര്യമാണ് ഈ മെഡിമിക്സ് സോപ്പ് ആക്നെക്ക് നല്ലതാണ്. അതിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: മെഡിമിക്സ് ഹാസ് ബീൻ ക്ലിനിക്കലി പ്രൂവൻ ടു ബി ടോപ്പിക്കലി എഫക്റ്റീവ് അഗെയിൻസ്റ്റ് സ്കിൻ കണ്ടീഷൻസ് സച്ച് ആസ് പിമ്പിൾസ്, ആക്നെ, body odor, prickly heat, boils and other skin infections. അപ്പോൾ ആക്നെ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ ബോഡി ഓർഡറും അറിയാം, പിന്നെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ചൂട് കൊണ്ടിട്ടൊക്കെ ഇങ്ങനെ ചുവന്തടിക്കത്തില്ല അത്, പിന്നെ ഇങ്ങനെ ബോയ്സ് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിമ്പിൾസ് പോലത്തെ വേറൊരു സാധനം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നല്ലതാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിൻ കൺസേൺ ആക്നെ തന്നെയായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി. ഇത് പുതിയ വേറൊരു ബോക്സ് ആണ്, കാരണം ഞാൻ വാങ്ങിച്ച ബോക്സിനെടുത്ത് കളഞ്ഞിട്ടാണ് സോപ്പ് ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ബോക്സ് ഇല്ല അത് കാണിക്കാനായിട്ട്. പിന്നെ വേറൊന്ന് വാങ്ങിച്ച് ഈ ബോക്സ് കാണിക്കാനായിട്ട്. നമ്മുടെ നോർമൽ സോപ്പ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഞാനൊന്ന് ഇത് 32 രൂപയാണ് 75 ഗ്രാമിന്. ഇത് ചോലയിൽ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് അതിന്റെ സ്മെല്ല് പറയാം. പ്രൈസ് നല്ല അഫോർഡബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നത്. സോപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല അഫോർഡബിൾ ആണ്, സ്കിന്നിന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഇതിന്റെ സ്മെല്ല് നോക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലാണ്. കാരണം ചില ബോഡി വാഷ് മീൻസ് അഫോർഡബിൾ റേഞ്ചിലുള്ള പല ബോഡി വാഷും നല്ല സ്മെല്ല് ലാസ്റ്റ് ചെയ്തില്ല. അത് വെച്ച് ഇതിന്റെ സ്മെല്ല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ലാസ്റ്റിംഗ് സോപ്പുകൾ വെച്ചും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ചും ഇതിന്റെ സ്മെല്ല് ഓക്കെയാണ്. ഇത് എനിക്ക് പേഴ്സണലി മെഡിമിക്സിന്റെ സ്മെല്ല് ഇഷ്ടമായി. അപ്പോൾ സ്മെല്ല് ഓക്കെയാണ്. പിന്നെ ഇത് പെട്ടെന്ന് അലിയുന്ന ടൈപ്പ് സോപ്പാണ്, ഇത്തിരി കട്ടിയുള്ളതല്ല. നമുക്കിനി ഇതിന്റെ പെർഫോമൻസ് നോക്കാം. ഞാനത് എൻ്റെ ഫേസിലും ബോഡിയിലും ഒക്കെ യൂസ് ചെയ്ത് നോക്കി. എനിക്ക് ആക്നെ മാറുന്നെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞ് നോക്കിയതാണ്. പക്ഷേ ആക്നെ ചറ വരാൻ തുടങ്ങി. മീൻസ് ആദ്യത്തെ ദിവസം ഉപയോഗിച്ചപ്പോഴത്തേക്കും നെറ്റിയിൽ എവിടെ ഒന്ന് വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തോന്നിയതായിരിക്കും, നോർമലി എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വന്നായിരിക്കും വിചാരിച്ചു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് പുറ വരുന്നു. ഇവിടെ നെറ്റ് മുഴുവൻ കവിള് ഈ സൈഡാണ് എനിക്ക് ഉറങ്ങുന്ന സൈഡ് നിർബന്ധമൊന്നുമില്ല. കൂടുതൽ ഈ സൈഡ് കിടക്കും, തിരിയുമ്പം ഉറങ്ങും, പിന്നെ അങ്ങോട്ട് മാറും. അപ്പം ഈ സൈഡിലേക്ക് നിറം ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നിറത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നു. അതായത് ഇത് ഉപയോഗിച്ച് നിറത്തിയിട്ട് ഞാൻ നോർമലി എൻ്റെ സ്കിൻ കെയറിൽ പോയിട്ട് ആക്നെ മാറുന്ന കണ്ടിട്ട് മനസ്സിലായി ഇത് തന്നെയായിരുന്നു ഇല്ലെന്ന് ഉറപ്പിച്ച ശേഷം ഞാൻ ഇതിന്റെ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പഴുത്ത് വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇത് ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യം, നമ്മൾ നോർമൽ വരുന്ന പിമ്പിൾ ഇങ്ങനെ പതുക്കെ വന്ന് പഴുത്തിരുന്നിട്ട് പതുക്കെ അങ്ങ് പോവും. നോർമൽ നമ്മളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നല്ല വരുന്നത്. ഇങ്ങനെ ആദ്യം വരുന്നത് ഇങ്ങനെ പഴുത്ത് കൊടുത്ത് വരും. ഒരു ജസ്റ്റ് ഒരു ടച്ചിൽ തന്നെ അത് പൊട്ടുകയും ചെയ്യും. പൊട്ടിയിട്ട് ബ്ലഡൊക്കെ വെച്ച് ഇങ്ങനെ ബ്ലഡ് നിറയെ ഇങ്ങനെ കട്ട പിടിച്ച് കറുത്ത കളറിലാവും. എനിക്ക് രാവിലെ കൊണ്ടുവരുമ്പോഴത്തേക്കും കുരു പൊട്ടിയിട്ട് അതിലിങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കും. അടുത്ത ദിവസം ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അതേസമയം നോർമലി എൻ്റെ പിമ്പിൾസ് തട്ടി നിന്നിട്ട് അങ്ങനെ ഒരു കുരുക്കൊന്നും വരാറില്ല. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പൊട്ടാറില്ല എനിക്ക് പൊതുവെ. ഞാൻ പൊട്ടിക്കാറുമില്ല, തട്ടിയാലും പൊട്ടാറുമില്ല അങ്ങനെ പെട്ടെന്ന്. അങ്ങനെയൊന്നും ഒരു ഉറക്കത്തിലൊന്നും അങ്ങനെ പൊട്ടത്തില്ല. പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭയങ്കര സീരിയസ് ആയിട്ട് വൈറ്റ് ഹെഡ്സ് വന്നു. എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് അല്ല, വൈറ്റ് ഹെഡ്സ് ആണ് കൂടുതൽ വരല്. അപ്പോൾ ഈ വൈറ്റ് ഹെഡ്സ് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു എല്ലാ ഫോളിക്കിൾസിനും കൂടെ ഇങ്ങനെ വന്നോന്ന് തോന്നുന്നു. അത്രയ്ക്ക് വൈറ്റ് ഹെഡ്സ് വന്നു. ഫേസ് മുഴുവൻ വൈറ്റ് ഹെഡ്സ് ആയിരിക്കും. നെറ്റ് മാത്രം കവർ അധികം വന്നില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഈ ഫേസ് ഇത്രയും പകല് ഈ പിരികത്തിന് താഴോട്ട് ഇത്രയും നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് വന്നു. പിന്നെ ഞാൻ കുരു വന്ന കാര്യം പറഞ്ഞു, എനിക്ക് ബോഡി ആർട്ടേ വരുന്നുണ്ട്. അപ്പോൾ ബോഡി ആർട്ടേ നിറച്ച് വന്നിട്ടാണ് അത് ഉപയോഗിച്ചപ്പോഴത്തേക്കും ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഡീപ്പ് ക്ലെൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഇത്രയും വൈറ്റ് ഹെഡ്സ് വരണമെങ്കിൽ അത്രയും ഡീപ്പ് ക്ലെൻസിങ് അല്ല എന്നാണ് അർത്ഥം. പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്തൊരു പോസിറ്റീവ് കാര്യം, ചെറുതായിട്ട് ഈ ആക്നെയുടെ മാർക്കൊക്കെ അല്ലേ ഓൾറെഡി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ വേഗത്തിലൊന്ന് കുറയ്ക്കാനായിട്ട് തോന്നി. പക്ഷേ വേറെ പല സ്കിൻ കെയറും കുറയ്ക്കുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതല്ല. പക്ഷേ ഈ ഒരു 42 രൂപയുടെ സോപ്പ് കുറയ്ക്കുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്കും 32 രൂപയുടെ സോപ്പ് കുറയ്ക്കുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കതൊരു പോസിറ്റീവായിട്ട് പറയാം. ഭയങ്കര പതുക്കെ ഒന്ന് പാടുകൾ കുറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രയുമാണ് എനിക്ക് ട്രൈ ചെയ്തിട്ട് തോന്നിയ കാര്യം. അപ്പോൾ ഇടയിൽ ക്യാമറയുടെ നമ്പറേക്ക് അടുത്ത് വരുന്നു. ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്ത് പറഞ്ഞ് നിർത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് തോന്നിയത് ആക്നെ മാറ്റാനായിട്ട് ഞാൻ വാങ്ങിച്ചു. പക്ഷെ ആക്നെ മാറ്റത്തുമില്ല, കൂടുതൽ വരുത്തുകയും ചെയ്യും. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് ഇങ്ങനെ പഴുത്ത് കുറേ വരുന്നു, അതെല്ലാം പഴുത്ത് വരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും പഴുത്ത് പൊട്ടി ഒലിച്ച് മുഖം ആകെ കുളമായി എന്ന് തന്നെ പറയാം. പിന്നെ വൈദ്യുതി അടിച്ചത് ഭയങ്കര മാരം വരുന്നു. പിന്നെ ബോഡി ഓർഡർ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ബോഡി ഓർഡറിനെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു. റിക്കലി ഹീറ്റ്സ്, ബോയിൽസ്, ഇങ്ങനെയുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് ഒന്നും എനിക്കിങ്ങനെ പൊതുവെ വരത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റി
പറയാനായിട്ട് അറിയത്തില്ല. ഞാൻ മെയിനായിട്ട് ആക്നെയൊക്കെയാണ് കൺസേൺ ചെയ്ത് വാങ്ങിച്ചത്. അതുകൊണ്ട് ആക്നെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ പ്രോഡക്റ്റ് കൊള്ളത്തില്ല. വെറുതെ ഒരു സോപ്പായിട്ടൊക്കെ കൊള്ളാം, എങ്കിലും അതിൻ്റെ ഒരു ക്ലെൻസിങ് പ്രോപ്പർട്ടി അധികം ഇല്ലാന്ന് തോന്നുന്നു വൈറ്റ് ഹെഡ്സ് ഭയങ്കരമായിട്ട് വന്ന സ്ഥിതിക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സോപ്പ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, പക്ഷേ ഞാനിത് ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് വെറുതെ നോർമലി സോപ്പായിട്ട് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഒരു ആക്നെ ടോൺ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു നോർമൽ സ്കിന്നുകാർക്ക് കുഴപ്പമില്ലായിരിക്കും. പിന്നെ വൈറ്റ് ഹെഡ്സിൻ്റെ ഇഷ്യൂ നമുക്ക് വൈറ്റ് ഹെഡ്സിന് വേറെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇത് കുഴപ്പമില്ല എന്ന് നമുക്ക് പരിഗണിക്കാം എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷെ ഞാനത് ട്രൈ ചെയ്തില്ല എൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഞാൻ വീണ്ടും സോപ്പ് റിവ്യൂ ചെയ്തല്ലേ, കുറച്ച് ദിവസം മുമ്പ് ചെയ്തേ ഉള്ളൂ. ഞാൻ അത് ചെയ്യണമെന്ന് വിചാരിച്ചില്ല, മറ്റേ ഞാൻ പരസ്യം കണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ ആക്നെയിട്ടുള്ളതെന്ന് കണ്ടിട്ട് ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ട്രൈ ചെയ്തേനെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കും. ഇറ്റ്സ് മൈ ബി ഹാപ്പി. ബൈ.